റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ റിസോർട്ടുകളെല്ലാം തന്നെ നേരിട്ട് കാണുകയും സർവീസുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത ശേഷം ഉറപ്പ് വന്ന ശേഷമാണ് ഇതിൽ റിവ്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു റിസോർട്ടും ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലീസും അതേപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ റിസോർട്ടുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. പനമരം ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും. 40 പേര് വരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മുളയുടെയൊക്കെ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും ഇത് തന്നെയാണ്. തൊട്ടപ്പുറത്ത് തന്നെ കബിനി റിവറൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആദ്യം കണ്ട ശേഷം റൂമിൻ്റെ ഫെസിലിറ്റീസിലേക്ക് പോകാം. പൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ക്യാമ്പ് ഫയറിനുള്ള പിറ്റും ബാർബിക്യൂനുള്ള ഗ്രിൽ ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ ഈ ഒരു പൂളിലേക്ക് നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയൊരു പൂളല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വരുന്ന പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൂളിൽ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഒരു ഇൻഫിനിറ്റി ടച്ച് വരുന്ന രീതിയിലാണ് പൂള് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പൂളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ. കളർ ഇളകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല. ക്ലോറിൻ വാട്ടറാണ്. സ്കിൻ അലർജി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ ഡൈവ് ചെയ്യാൻ പാടില്ല. തലയൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പിന്നെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു ബാത്തിങ് കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തുള്ള പൊടിയും വേർപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ മിക്സ് ആവും. മറ്റാൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് കബിനി റിവർ പോകുന്നത്. നിങ്ങൾക്ക് ആ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ആദ്യത്തെ പില്ലർ ഹട്ടാണ്. കപ്പിൾസിനൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും ഇവിടെ കിട്ടുക. അത്തരത്തിലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത്. കംപ്ലീറ്റ് വുഡനിലാണ് ഈ ഒരു കോട്ടേജ് ചെയ്തിരിക്കുന്നത്. ആദ്യം കാണുന്നത് ഇവിടുത്തെ കോമൺ വരാന്തയാണ്. വരാന്തയിൽ നല്ല കളർ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. നല്ല ഫ്രെയിംസൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്കൊരു ട്രഡീഷണൽ ബോളൊക്കെ വെച്ചിട്ടുള്ളത് കാണാം. വരുന്ന ആൾക്കാരെ കുറച്ച് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു ഗ്രീനറി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിവിടുത്തെ ആദ്യത്തെ റൂമിലേക്കൊന്ന് പോകാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബെഡൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചാർജിങ് പോയിൻറ്റും അതേപോലെ തന്നെ മിനി ടേബിളും കൊടുത്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ടീ സപ്ലൈസും ഇലക്ട്രിക് കെറ്റിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റൂമും AC റൂമാണ്. AC-ക്ക് പുറമെ ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് TV-യും അതേപോലെ തന്നെ നിങ്ങൾക്ക് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ 2 ചെയറും അതേപോലെ തന്നെ മിനി ടേബിളും കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ട്. തൊട്ട് സൈഡിലായിട്ട് തന്നെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫും ചെറിയ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ബിന്നും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഈ റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും വളരെ ഡ്രൈ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ഫെസിലിറ്റീസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഈ റൂമിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണി വ്യൂ ആണ്. നല്ലൊരു ഫോറസ്റ്റ് വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ചെയറൊക്കെ ഇട്ടിരുന്ന് ഈവനിങ് സമയമാകുമ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും. പ്രത്യേകിച്ചും കപ്പിൾസിനാണെങ്കിൽ കുറച്ചുകൂടെ ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇത്രയും സൗകര്യങ്ങളാണ് ഈ ഒരു സിംഗിൾ റൂമിൽ വരുന്നത്. സെയിം ഫെസിലിറ്റീസ് തന്നെയാണ് ഇവിടുത്തെ രണ്ടാമത്തെ റൂമിൽ, അതായത് ഇതേ ഫ്ലോറിൽ തന്നെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ റൂമിലും വരുന്നത്. ഒരേ അമ്യൂണിറ്റീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴത്തെ റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇതുവഴി മുകളിലേക്ക് പോകാൻ പറ്റും. മുകളിൽ കൊടുത്തിരിക്കുന്ന റൂമുകൾ നോക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഇൻറ്റീരിയർ നല്ല രീതിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. മുകളിൽ വരുമ്പോൾ നല്ലൊരു A-ഫ്രെയിം ടൈപ്പായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക ഉള്ളിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ ബെഡും കാര്യങ്ങളും അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസൊക്കെ സെയിം തന്നെയാണ്. AC റൂംസാണ് വരുന്നത്. ഫാനും TV-യും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതുപോലെ തോന്നുന്ന രീതിയിലൊരു ചെറിയൊരു പോർഷൻ ഇവിടെ അഡീഷണലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് റിവറിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ആ ബാത്റൂമിലും എല്ലാവിധ ഫെസിലിറ്റീസും കൊടുത്തിരിക്കുന്നത് കാണാം. ബാത്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇതേ സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു ഫ്ലോറിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമിനും വരുന്നത്. ഇവിടെ
നിങ്ങൾ വരുന്ന സമയത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഫീൽ ആവും. നല്ല വാം ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ അവരിവിടെ ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ആർക്കിടെക്ചർ വരുന്നത്. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ 2 റൂമുകളിലായിട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോട്ടേജിലെ എല്ലാ റൂമുകളും അതിൽ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റീവാച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് മുഴുവനും അതിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരും. ഇനി ഇതേപോലെ തന്നെ രണ്ടാമതൊരു കോട്ടേജും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ബെഡ്റൂമുകളാണ് വരുന്നത്. പുറത്തേക്കുള്ള വ്യൂവും പിന്നെ ഇൻറ്റീരിയേഴ്സും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ഫെസിലിറ്റീസാണ്. ഇനി നമുക്ക് ഇവിടെയുള്ളൊരു ട്രീ ഹട്ടും കൂടെ വരുന്നുണ്ട്. നേരെ ആ വീഡിയോയിലേക്ക് പോകാം.